വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് 2024 അവതരിപ്പിക്കപ്പെട്ട ഒരു ഭേദഗതിയാണിത്. അത് ലോക്സഭയിലും രാജ്യസഭയിലും കേന്ദ്ര ഗവൺമെൻറ് ചർച്ചയ്ക്ക് വേണ്ടി എടുക്കുകയും ആ ബില്ല് പാസ്സാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയും ചെയ്യുമ്പോൾ മെത്രാൻ സമിതികൾ, സഭകൾ കൃത്യമായി ക്രിസ്തീയ സഭ ഇതിനെക്കുറിച്ചൊരു നിലപാടെടുത്തിട്ടുണ്ട്. അത് ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമാകുന്ന ബില്ലിലെ ഭേദഗതികളെ പിന്തുണയ്ക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏകദേശം 44 ഭേദഗതികളാണ് വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏകദേശം 5 നിയമ ഭേദഗതികൾ തീർച്ചയായും ഒരു മാറ്റവും കൂടാതെ ആ ബില്ലിൽ ചേർക്കപ്പെടേണ്ടുന്ന ഭേദഗതികളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വഖഫ് നിയമത്തിൻ്റെ 40-ാം അനുച്ഛേദം വലിയ ആശങ്കയുളവാക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ വാക്കാൽ എൻ്റെ ഭൂമി വഖഫാണ് എന്ന് പറഞ്ഞ് നൽകിക്കഴിഞ്ഞാൽ പിന്നീട് അത് എല്ലാ കാലത്തും വഖഫായി തന്നെ തുടരുന്നു. വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്നുള്ള അവരുടെ ഈ ഒരു സംഘടനയുടെ അല്ലെങ്കിൽ വഖഫിൻ്റെ തന്നെയും പ്രഖ്യാപിതമായ നയം വലിയ ആശങ്കയുളവാക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ജനാധിപത്യ നീതി വ്യവസ്ഥയ്ക്ക് യാതൊരു തരത്തിലും വഖഫ് നിയമങ്ങളുടെ മേൽ അധികാരമില്ല എന്ന് വരുന്നത് ഒരു മതത്തിൻ്റെ നിയമത്തെ രാജ്യത്തിൻ്റെ നിയമത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കാൻ തുല്യമല്ലേ? അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ എതിർക്കാതിരിക്കാൻ തരമില്ല. മറ്റൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കട്ടെ. ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ച് ഏകദേശം 1.2 ലക്ഷം കോടിയോളം രൂപ വിലമതിക്കുന്ന 9.4 ലക്ഷം ഏക്കർ ഭൂമി സ്വന്തമായുണ്ട് എന്നാണ് പറയുന്നത് വഖഫ് ബോർഡുകൾക്ക്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യയുടെ റെയിൽവേയോ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയത്തിനോ ഉള്ളതിനേക്കാൾ ഏകദേശം അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഭൂമി വഖഫിൻ്റേതായി ഉണ്ട് എന്നാണ് നമ്മളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവർക്ക് എത്രമാത്രം ഭൂമിയുണ്ട് എന്നുള്ളതൊന്നും നമ്മുടെ പ്രശ്നമല്ല കേട്ടോ. നമ്മുടെ പ്രശ്നം എന്താണ്? പാവപ്പെട്ട മനുഷ്യരെ, മുനമ്പം പോലുള്ള പ്രദേശങ്ങളിൽ, തീരദേശങ്ങളിലും മറ്റും വസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് കിടപ്പാടും പോലും ഇല്ലാതാകുന്ന തരത്തിൽ കുടിയിറക്ക ഭീഷണിയുടെ മുൻപിൽ നിൽക്കുന്ന മനുഷ്യരുടെ വേദനയാണ്, കണ്ണുനീരാണ്, സങ്കടമാണ് നമ്മളെ ഇപ്രകാരം സംസാരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ലോക്സഭയിൽ വഖഫ് നിയമ ഭേദഗതി ബില്ല് ചർച്ചയ്ക്ക് വേണ്ടി എടുക്കുമ്പോൾ കഴിഞ്ഞ 172 ദിവസങ്ങളായി മുനമ്പത്ത് 600ഓളം വരുന്ന കുടുംബങ്ങളിലെ ജനങ്ങൾ സമരമിരിക്കുകയാണ്. അവരുടെ സങ്കടത്തിന് ആരുത്തരം പറയും? കാരണം അവർ വില കൊടുത്തു വാങ്ങിച്ച് അവരുടെ തലമുറകളായി സ്വന്തമായി ഉപയോഗിച്ചു വന്നിരുന്ന ഭൂമിയിൽ നിന്നും ഇറങ്ങേണ്ടി വരും എന്നുള്ള വലിയൊരു ഭീഷണിയുടെ മുമ്പിൽ, വലിയൊരു വിഷമത്തിൻ്റെ മുൻപിലാണ് ആ ജനങ്ങൾ നിൽക്കുന്നത്. ഇപ്രകാരം ആ ജനങ്ങളുടെ മുമ്പിൽ ഡെമോക്രസിൻ്റെ വാള് പോലെ തൂങ്ങി നിൽക്കുന്ന ഈ നിയമത്തെ ഭേദഗതി ചെയ്യുക എന്നുള്ളത് മനസാക്ഷിയുള്ള എല്ലാ മനുഷ്യരുടെയും, അത് രാഷ്ട്രീയ പാർട്ടികളോ ജനപ്രതിനിധികളോ പൊതുപ്രവർത്തകരോ ആരുമായിക്കൊള്ളട്ടെ, നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇതിനെ കേവലം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മാത്രം നിലപാടിൻ്റെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും മതപരമായ ആവശ്യമായോ മാത്രം ലഘൂകരിക്കാൻ ഇടവരരുത്. മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു മനുഷ്യൻ, മുനമ്പത്തെ എന്ന് മാത്രമല്ല വഖഫിൻ്റെ കീഴിലായി അനേകം പ്രദേശങ്ങളിൽ സ്ഥലങ്ങളുണ്ട് എന്ന് നോട്ടിഫൈ ചെയ്യപ്പെട്ടതായി നമ്മൾ അറിയുന്നുണ്ട്. അത് ഭീകരമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയും ഇപ്രകാരം കുടിയിറക്കിൻ്റെ ഭീഷണിയിൽ കഴിയുന്ന എല്ലാ ജനങ്ങൾക്കും അവരുടെ ഭൂമിയിൽ റവന്യൂ അവകാശങ്ങളോടുകൂടെ തന്നെ ജീവിക്കാനുള്ള ആവശ്യമാണ് നമ്മൾ മുൻപോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കുള്ള യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ആരും കൈകടത്തി പരസ്പരം ഒരു ബുദ്ധിമുട്ടിന് ഇടവരാത്ത രീതിയിൽ, മതസ്പർദ്ധ ഉളവാകാത്ത രീതിയിൽ, വർഗീയമായ വിവേചനങ്ങൾക്ക് യാതൊരിടയും കൊടുക്കാത്ത രീതിയിൽ ഇതിനെ കാണണമെന്നും പരിഹരിക്കണമെന്നും തന്നെയാണ് നമ്മുടെ ആവശ്യം. ശാശ്വതമായ പരിഹാരമാണ് മുനമ്പം ഉൾപ്പെടുന്ന വിഷയത്തിൽ വഖഫ് ഭേദഗതിയിലൂടെ ഉണ്ടാകേണ്ടത്. അതിനുവേണ്ടി എല്ലാവരും കൈപൊക്കണം, വോട്ട് ചെയ്യണം. ഭേദഗതി പാസ്സാകേണ്ടത് ജനപക്ഷം ആഗ്രഹിക്കുന്ന, നന്മ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ആവശ്യമാണ്.
KCBC ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിൽ നിന്നുള്ള MP-മാർ ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്യണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അവരൊക്കെ ഈ വഖഫ് ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യാനാണല്ലോ കേരളത്തിൽ നിന്നുള്ള MP-മാരൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ നിലപാടുകളുണ്ടാകും. പ്രത്യേകിച്ച് പ്രാദേശിക പാർട്ടികളും ദേശീയ പാർട്ടികളും ഒക്കെ ഉള്ളപ്പോൾ ദേശീയപരമായ കാഴ്ചപ്പാടുകൾ അവർക്ക് പാലിക്കേണ്ടതായി വന്നേക്കാം. പക്ഷേ എന്തൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകളെങ്കിലും ഈ കാര്യത്തിൽ ചില ഭേദഗതികൾ ആവശ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മുന്നണികളും ഈ ബില്ലിൻ്റെ ഭേദഗതിയെ അനുകൂലിച്ച് വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ്. നമ്മളിങ്ങനൊരു ആവശ്യം മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ആഗ്രഹം മാത്രമല്ല, ഇതൊരു ആവശ്യമാണ്. കേരളത്തിൽ നിന്നുള്ള എല്ലാ ലോക്സഭ രാജ്യസഭ MP-മാരോടും ഇപ്രകാരമുള്ളൊരു ആവശ്യം നമ്മൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു ഭീഷണിയൊന്നുമല്ല കേട്ടോ, മറിച്ച് ഇത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ എന്ന് പറയുമ്പോൾ മുനമ്പത്ത് ഇപ്പോൾ ഏറ്റവും അടുത്ത് 172 ദിവസങ്ങളായി വലിയ പ്രയാസത്തോടുകൂടെ സമരമിരിക്കുന്ന ആ ജനങ്ങളുടെ നീതിക്ക് വേണ്ടിയുള്ള നിലവിളിയെ കേൾക്കാതെ പോകാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരു ജനപ്രതിനിധികളും അവർക്ക് നന്മയാകാത്ത, അവർക്ക് ദോഷകരമാകുന്ന ഒരു കാര്യത്തെയും പിന്തുണയ്ക്കാൻ പാടില്ല എന്നും മുനമ്പത്തെ ജനവിഭാഗത്തോടൊപ്പം നിൽക്കേണ്ടുന്ന ഒരു സമയമാണ് ഇതെന്നും ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മെത്രാൻ സമിതികൾ ഇപ്രകാരം ഒരു നിർദ്ദേശം മുൻപോട്ട് വെച്ചിരിക്കുന്നത്. അത് പാലിക്കപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വഖഫ് നിയമ ഭേദഗതി പാസ്സാകാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിലും പ്രാർത്ഥനയിലുമാണ് നമ്മളെല്ലാവരും ഉള്ളത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തീർച്ചയായും അവരുടേതായ നിലപാടുകളുണ്ട്. പക്ഷേ ജനപക്ഷത്ത് നിൽക്കുന്ന ജനപ്രതിനിധികൾക്ക് ജനങ്ങളുടെ വേദന കാണാതെ പോകാൻ വേണ്ടി പറ്റിയല്ല. അതുകൊണ്ട് തന്നെയും അവർ വന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന അവരുടെ നിലപാടുകൾക്ക് അനുസൃതമായി തന്നെയും അവർ ശബ്ദമുയർത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ കാര്യത്തിൽ. അത് ഏത് മുന്നണിക്കുമാകട്ടെ, ഏത് പാർട്ടിക്കുമായിക്കൊള്ളട്ടെ, ഈ കാര്യത്തിൽ അവരുടേതായ അജണ്ടകളുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. RSS മുൻപോട്ട് വയ്ക്കുന്ന തരത്തിലുള്ള ഇപ്പോൾ കേന്ദ്രത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന NDA ഗവൺമെൻറ്റിൻ്റെ ഭേദഗതികളെ പൂർണ്ണമായും അനുകൂലിക്കുകയല്ല നമ്മൾ. അതുപോലെ തന്നെ കോൺഗ്രസ്സോ അല്ലെങ്കിൽ UDFോ CPMോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ ഈ ബില്ലിനെ പിന്തുണയ്ക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങളെയും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഇത് രണ്ടും നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോഴും ജനങ്ങളുടെ ആവശ്യം എന്താണ്? വോട്ട് ചെയ്ത് ഇവരെയൊക്കെ ജയിപ്പിച്ച് ജനപ്രതിനിധികളാക്കുന്ന സാധാരണക്കാരായ മനുഷ്യരോടൊപ്പം നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ ജനപ്രതിനിധികളായി നിൽക്കുന്നത് എന്നുള്ള ചോദ്യമാണ് സാധാരണക്കാരായ നിരാലംബരായ പാവപ്പെട്ടവരായ ഈ കുടിയിറക്ക ഭീഷണിയിൽ കഴിയുന്ന ജനങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെയും ഈ ആവശ്യത്തെ അനുഭാവപൂർവ്വം തന്നെയും പരിഗണിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ബിൽ അവതരിപ്പിക്കുകയും അതിൻ്റെ വോട്ടിംഗ് നടക്കുകയും അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും കേന്ദ്ര ഗവൺമെൻറ് അറിയിക്കുന്നതനുസരിച്ച് നമുക്ക് പ്രതികരണങ്ങൾ നടത്താം. എന്തായാലും നമ്മൾ ശുഭപ്രതീക്ഷയിലാണ്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള അമെൻമെൻറ്റുകൾ പാസ്സാകാതെ പോകരുത് എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം മതനിയമത്തെ രാജ്യത്തിൻ്റെ നിയമത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കാൻ ആർക്കും സാധ്യമല്ല. അതിനാരും പരിശ്രമിക്കരുത്. ഇത് വർഗീയപരമായ ഒരു പരാമർശമല്ല, മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പരാമർശമല്ല, മറിച്ച് ഇത് ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ളൊരു ആവശ്യമാണ്. ഈ ആവശ്യത്തെ എല്ലാവരും അനുഭാവപൂർവ്വം തന്നെ പരിഗണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.